നാദാപുരം തെരുവൻപറമ്പിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ 6 യൂത്ത് ലീഗ് പ്രവർത്തകർ അറസ്റ്റിൽ. വയനാട് പനമരത്തു നിന്നാണ് നാദാപുരം പോലീസ് പ്രതികളെ പിടികൂടിയത്. വോട്ടെടുപ്പ് ദിവസമുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായി കോഴിക്കോട് പേരാമ്പ്രയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വീടിന് നേരെ ആക്രമണമുണ്ടായി. സിപിഎം പ്രവർത്തകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പേരാമ്പ്ര പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധിച്ച യുഡിഎഫ് പ്രവർത്തകർക്ക് നേരെ അർദ്ധരാത്രിയിൽ പോലീസ് ലാത്തി വീശിയിരുന്നു. പോളിംഗ് ബൂത്തിന് സമീപം കൂട്ടം കൂടി നിന്ന യുഡിഎഫ് പ്രവർത്തകരെ വിരട്ടി ഓടിക്കുന്നതിനിടയിൽ പോലീസിനെ ആക്രമിച്ച കേസിലെ 6 പ്രതികളാണ് പിടിയിലായത്. യൂത്ത് ലീഗ് പ്രവർത്തകരായ മുഹമ്മദ് ഷഫീഖ്, അബ്ദുൽ ലത്തീഫ്, റാഹീസ്, ആഷിഖ്, റാഷിദ്, മുഹമ്മദ് എന്നിവരെ വയനാട്ടിലെ പനമരത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു. വധശ്രമത്തിനും പൊതുമുതൽ നശിപ്പിച്ചതിനുമെതിരെയാണ് കേസ്. ഇന്നലത്തെ പോലീസ് നടപടിക്കെതിരെ യുഡിഎഫ് നാദാപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പേരാമ്പ്രയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരായ കണ്ണക്കണ്ടി കുഞ്ഞഹമ്മദ്, നൌഫൽ എന്നിവരുടെ വീടാക്രമിച്ച് ജനലും കാറും തകർത്തു. സിപിഎം പ്രവർത്തകരാണ് പിന്നിലെന്നാണ് ലീഗിന്റെ ആരോപണം. സിപിഎമ്മിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് പേരാമ്പ്ര പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച യുഡിഎഫ് പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തി വീശി. ഇന്നലെ പോലീസും ആവശ്യമില്ലാതെ ഈ സംഘർഷത്തിൽ ഒരു പങ്കുവച്ചിട്ടുണ്ട്. ഒരു നിഷ്പക്ഷമായിട്ടുള്ള സമീപനം പോലീസുകാർ എവിടെയും എടുത്തിട്ടില്ല. മൊത്തത്തിൽ ഞങ്ങൾക്ക് പോലീസിനെ കുറിച്ച് ഈ സ്ഥലങ്ങളിലൊക്കെ പരാതിയുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. റാഹീസ് റഷീദ്, മീഡിയ 1, കോഴിക്കോട്.